നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചു തുടങ്ങി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഒന്നും രണ്ടും തവണ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയിട്ടും കേരളത്തിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടില്ല. വയനാട്, കൊല്ലം, എറണാകുളം, ആലത്തൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് BJPക്ക് നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുവാൻ സാധിക്കാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായുള്ള കേരള സന്ദർശനങ്ങളും റോഡ് ഷോകളും BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് BJP നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തലുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും ജനകീയരും കഴിവുറ്റ നേതാക്കന്മാരെയും മത്സരത്തിന് ഇറക്കി ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങൾ ഉണ്ടാക്കിയും തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചും കേരളത്തിൽ താമര വിരിയിക്കുവാനുള്ള അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് BJP സംഘടനാ നേതൃത്വവും പ്രവർത്തകരും. ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അന്തിമ രൂപം നൽകുവാൻ വേണ്ടി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെയും സംഘടനാ ജനറൽ സെക്രട്ടറി K. സുഭാഷിനെയും കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നിലവിലെ സാധ്യത അനുസരിച്ച് വയനാട് മണ്ഡലത്തിൽ അബ്ദുള്ള കുട്ടിയോ സന്ദീപ് വാര്യരോ ആകും സ്ഥാനാർത്ഥി. കൊല്ലത്ത് നടൻ കൃഷ്ണകുമാറും സന്ദീപ് വചസ്പതിയും അവസാന പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ മേജർ രവിക്കോ KS രാധാകൃഷ്ണനോ ആണ് സ്ഥാനാർത്ഥിത്വം നൽകുക. ആലത്തൂരിൽ സ്ഥാനാർത്ഥി രേണു സുരേഷ് ആകാനാണ് സാധ്യത. എന്തുതന്നെയായാലും BJP കേരളത്തിൽ ശക്തമായി സ്ഥാനം ഉറപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയവും പ്രവർത്തനങ്ങളുമാണ് നടന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.